Hey guys. So day 3 of our trip begins here. So we are going to Galab. No. Galaba. Bala. Sorry guys. ഗബലിലേക്ക് പോയി ഞങ്ങളിപ്പോൾ തുടങ്ങിയിട്ടുള്ള ഒരു ജേർണി ആൻഡ് ഇറ്റ്സ് 3 hours journey. ആക്ച്വലി ഞങ്ങൾ നേരത്തെ ഇറങ്ങാനാണ് പ്ലാൻ ചെയ്തിരുന്നു. ബട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഇപ്പോൾ കറക്റ്റ് 9:23 കുറച്ച് സമയമാവുമായിരിക്കും. അവിടെ കുറെ ട്രാഫിക് അതിനനുസരിച്ച് ഡിലേ ആവും. ഡിലേ ആയെങ്കിലേ ഉള്ളൂ, നേരത്തെ എത്താൻ മടിയില്ല. എന്തായാലും മാക്സിമം നമ്മളെ ഡ്രൈവറെ പൊളിയാണ്. ആള് പറയുന്നത് ഷദാഗിനെക്കാട്ടിൽ ഗബാല അടിപൊളിയാണെന്നാണ്. ഷദാഗിലെ എക്സ്പീരിയൻസിനെക്കാട്ടി അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. ഷദാഗ് ഞങ്ങൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഫാമിലി അതിനെക്കാട്ടും അടിപൊളിയാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. ഫാമിലിക്ക് വേണ്ടിയിട്ട് അതായത് കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കൂടുതൽ ഗബാലയിലുണ്ടെന്നാണ് ആസ് പെർ അവർ ഗൈഡ് ആൻഡ് എന്താ നമ്മൾ ഡ്രൈവർ ചേട്ടൻ പറയുന്നത്. സോ ഞങ്ങൾ എക്സൈറ്റഡ് ആണ്. ഓൺ ദ വേ നമ്മൾ സൈറ്റ് സീയിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. കുറച്ച് സാൻഡാണ്, നാളെ പോകണമല്ലോ. അതെ, നാളെ ഞങ്ങൾ ലാസ്റ്റ് ഡേ ആണ്. അതെ, ബാക്കി പരിപാടീസ് അവിടെ എത്തിയിട്ട് Tufandak. കഷ്ടപ്പാട് ഇമ്പോർട്ടന്റ് ഹേ. ഇഫ് യു നോ യു നോ. സോ ഗൈസ്, നമ്മൾ അങ്ങനെ തുഫാൻദാക്ക് മൗണ്ടനിൽ എത്തിയിരിക്കുകയാണ്. ഇനി കേബിൾ കാറിൽ കയറി ഓൺ ദ ടോപ്പ് ഓഫ് ദ മൗണ്ടൻ പോവുകയാണ്. കേബിൾ കാർ പരിപാടീസും അവിടെ നല്ല സ്നോ ഉണ്ടായിരുന്നു. നമ്മൾ കയറുന്ന സമയത്ത് സ്നോ ഒന്നും കാണില്ല. പക്ഷെ അതിന്റെ മേലെ ചെന്ന് കഴിഞ്ഞാൽ ഓൺ ദ ടോപ്പ് അങ്ങനെ ഞങ്ങൾ മലേന്റെ മേലെ പോയപ്പോൾ ഫുൾ സ്നോ ആയിരുന്നു ഗൈസ്. പിന്നെ അത് മാത്രമല്ല, കേബിൾ കാർ ഇടയിൽ പാറ് കട്ടായിട്ട് നമ്മളവിടെ ഫുൾ സ്റ്റക്കായി. പിന്നെ എന്താ പറയുക, സ്നോഫോൾ കിട്ടി. കേട്ടോ, ഒരു ലൈറ്റ് സ്നോഫോൾ. പക്ഷേ ഞങ്ങൾ അതെ, സോ ഞങ്ങൾ എൻജോയ് ചെയ്തു. നല്ല തണുപ്പുണ്ട്, കൈയൊക്കെ മരവിച്ചു.
എല്ലാം അവർ സ്റ്റോപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ്. കാരണം ഭയങ്കര വിൻഡിയാണ്. അത് ഒരു മാത്രമല്ല രക്ഷയില്ലാത്ത ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നു. പോകുന്നുണ്ട്. Guys, the electric post fell. കണ്ടോ നിങ്ങൾ കാണുന്നത്. ഗൈസ് നമ്മൾ ഗബാല മൗണ്ടൈൻസ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഫിറോസ് ബ്രോ, അതായത് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ഫുഡ് കഴിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഈ സ്പോട്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. കണ്ടില്ലേ, നല്ലൊരു ഇൻസ്റ്റാ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായി നിൽക്കുന്നവർക്ക് പറ്റിയൊരു സ്പോട്ടാണ്. കണ്ടില്ലേ, നൈസ് വ്യൂ ആണ്. കണ്ടില്ലേ, ഇൻസ്റ്റാ ആൾക്കാർക്ക് എന്ന് പറഞ്ഞില്ലേ, ഞാൻ മാക്സിമം യൂസ് ഓഫ് സ്പോട്ട് അടിപൊളിയായിട്ട്. അസർബൈജാനിലെ പട്ടിക ഒന്നും ചെയ്യത്തില്ല അത്. എന്നിട്ട് പാവപ്പിടിച്ച് വീട്ടിലെ പട്ടിയാന്ന് തോന്നുന്നു. ഈസ്തെറ്റിക് എന്ന് പറയാൻ പറ്റിയൊരു നല്ല അടിപൊളി സ്പോട്ടാണ്. നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാം. ഇത് വിസിറ്റേഴ്സിനുള്ള പ്ലേസ് അല്ല, ഇവിടെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെയാണ്. എന്നാലും നല്ല മെനക്ക് വെച്ചിട്ടുണ്ട്. but quite expensive. Yes. ശബ്ദങ്ങൾ ഈ ഇവിടെ എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ ഈ ആംബിയൻസിന് ഇതൊരു വലിയ എമൗണ്ട് ആയിട്ട് തോന്നുന്നില്ല. ഈ ആംബിയൻസിന് ഇറ്റ്സ് ഓക്കെ. അതല്ല, നമ്മൾ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ദിറംസിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് എന്താ പറയുക എക്സ്പെൻസീവ് ആയിട്ട് തോന്നുന്നത്. അതർവൈസ് ഇറ്റ്സ് ഓക്കെ, നോർമലാണ്. അല്ല, ഇവിടത്തെ ആണെങ്കിൽ നോർമലാണ്.